തനിക്കനുഭവപ്പെട്ട അപമാനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകി ഒരു സൂപ്പർ പെർഫോമൻസ് കാർ നിർമ്മിച്ച് മധുര പ്രതികാരം തീർത്ത കഥ. ലാംബോർഗിനി എന്ന കാർ ബ്രാൻഡിനെ കുറിച്ച് തന്നെ. 1916 ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഫെറുച്ചിയോ ലാംബോർഗിനി ട്രാക്ടറുകൾ നിർമ്മിച്ചാണ് പ്രശസ്തനാവുന്നത്. രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ തടവുകാരനായിരുന്ന ഫെറുച്ചിയോ പിന്നീട് 1949 ലാംബോർഗിനി എന്ന പേരിൽ ഒരു ട്രാക്ടർ കമ്പനി നിർമ്മിക്കുകയും അത് വൻ വിജയമായി തീരുകയും ചെയ്തു. ആഡംബര കാറുകളുടെ താല്പര്യമുണ്ടായിരുന്ന ഫെറുച്ചിയോ ഒരു ഫെരാരി കാർ സ്വന്തമാക്കുകയും പിന്നീട് വാഹനത്തിന് നേരിട്ട ക്ലച്ചിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഫെരാരി കമ്പനിയെ സമീപിക്കുകയും ഫെരാരി കമ്പനി ഉടമയായ ഹെൻസോ ഫെരാരിയിൽ നിന്നും അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത് അപമാനത്തിന്റെ വാക്കുകളായിരുന്നു. ട്രാക്ടറുകൾ ഓടിച്ചു നടക്കുന്നവൻ കാറുകളുടെ നിലവാരം അളക്കരുതെന്നും നിങ്ങൾക്ക് ട്രാക്ടറുകൾ ഓടിച്ചു നടക്കാനേ യോഗ്യതയുള്ളൂ എന്നുമാണ്. അപമാനിതനായി മടങ്ങേണ്ടി വന്ന ഫെറുച്ചിയിൽ നിന്നും പിന്നീട് പിറന്നത് ചരിത്രമായിരുന്നു. 4 മാസങ്ങൾക്കിപ്പുറം സ്വന്തമായി കാർ ഡിസൈൻ ചെയ്ത് 1963 ലാംബോർഗിനി 350 GTV എന്ന ആഡംബര കാർ നിർമ്മിക്കുകയും വൻ വിജയമായി തീരുകയും ചെയ്തു. അതിവേഗ ആഡംബര കാറുകളുടെ ശ്രേണിയിൽ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത ബ്രാൻഡാണ് ലാംബോർഗിനി. മറ്റുള്ളവർ തന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്നതിലുപരി തന്റെ കഴിവിലും പ്രാപ്തിയിലുമുള്ള വിശ്വാസമാണ് ഫെറുച്ചിയോ ലാംബോർഗിനി ഈ ഒരു വിജയത്തിൽ എത്തിച്ചത്. ഇത്തരം കഥകൾ പോലെ നമ്മുടെ വിജയവും ഇതുപോലെ ആയിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു.